ബ്രിക്സിൻ്റെ 2026 സമ്മിറ്റ് അടുത്ത മാസം സെപ്റ്റംബർ 12-13 ഡൽഹിയിലെ മണ്ഡപം G20 നടന്ന അതാണ് വെന്യൂ എന്ന് പറയുന്നത്. അവിടെ വെച്ച് നടക്കാൻ പോവുകയാണ്. ഇന്ത്യയാണ് ഹോസ്റ്റിംഗ് നേഷൻ. പല ഇന്ത്യൻ പത്രങ്ങളും മീഡിയയും ഈ അടുത്ത സമയത്ത് ജയശങ്കർ റഷ്യയിൽ പോകുന്നു, വ്ളാദിമിർ പുടിനുമായി കാണുന്നു. ഇന്ത്യയുടെ NS അജിത് ഡോവൽ ചൈനയിൽ പോകുന്നു, ഷീ ജിങ് പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണുന്നു. അതായത് ചൈനീസ് അഡ്മിനിസ്ട്രേഷനായിട്ട് കാണുന്നു. അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ബ്രിക്സ് പൊളിഞ്ഞു. അമേരിക്ക അതിനെ പൊളിച്ച് കൈ കൊടുത്തു. ബേസിക്കലി ഇന്ത്യ വെച്ചാണ് അമേരിക്ക പൊളിച്ചിരിക്കുന്നത്. ബ്രിക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ബ്രിക്സ് കറൻസി, അതിനുവേണ്ടിയാണ് ബ്രിക്സ് ബാങ്ക് ഉണ്ടാക്കിയത്. ഈ പറയുന്ന 4-5 രാജ്യങ്ങൾ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ചൈന, ഈ 5 രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങൾ ട്രേഡായിട്ട് അവരുടെ ഇത് കോമൺ കറൻസി കൊണ്ടുവരിക, ബ്രിക്സ് കറൻസി കൊണ്ടുവരിക. അതിനുവേണ്ടി ബാങ്കും സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡന്റ്, അതായത് ചെയർമാൻ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരനായ പഴയ ICICIയുടെ ചെയർമാൻ കാമത്തായിരുന്നു. ഫർദർ മുന്നോട്ട് പോയപ്പോഴാണ് അമേരിക്ക കയറി ഇന്ത്യയുടെ ക്ലിപ്പിന് കയറി അങ്ങ് പിടിച്ചു. ഉറപ്പായിട്ടും ട്രംപ് പിടിച്ച് മോദിയെ വരട്ടി. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ബന്ധം മോശമായി, വീണ്ടും മോശമായി. അവസാനം ഇന്ത്യ കാലേ പിടിച്ചിട്ടാണ് G7 സമ്മിറ്റ് കാനഡയെ വെച്ച് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അന്നാണ് മനസ്സിലാക്കുക, അമേരിക്ക ഗെയിം കളിച്ചാൽ ഇന്ത്യ വീഴും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് G7. അമേരിക്കയാണ് ഇന്ത്യയെ ഈ ഇൻ്റർനാഷണൽ ഫോറങ്ങളിലൊക്കെ കൊണ്ടുവരുന്നത്. G7 അവിടെയൊക്കെ ഇന്ത്യയെ അഡ്രസ്സ് ചെയ്യുകയാണ് പല കാര്യങ്ങളായിട്ട്. ഉറപ്പായിട്ടും ട്രംപിന് അതിന് വലിയ റോളുണ്ട്. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് വലിയ റോളുണ്ട്. ചൈനയ്ക്ക് ബദലായിട്ട് ഇന്ത്യയെ കൊണ്ടുവരിക. അവസാനം എന്താണ് സംഭവിച്ചത് മനസ്സിലാക്കുക. ഇപ്പോഴെന്തിനാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ജയശങ്കർ റഷ്യയെ പോയത്? അതായത് പറയാൻ, അവിടെ റിക്വസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശ ലക്ഷ്യം. അതായത് ഇന്ത്യക്ക് ഫർദർ വരാൻ പോകുന്ന 1-2 മാസം പീരീഡ് കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പറ്റില്ല. അമേരിക്കൻ നിയന്ത്രണമുണ്ട്, അമേരിക്കൻ സാങ്ഷൻ വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം യൂറോപ്യൻ രാജ്യങ്ങളും കർശനമായിട്ട് അങ്ങ് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ് ഇന്ത്യക്കെതിരെ. ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അങ്ങ് കട്ട് ചെയ്യും. ഓൾറെഡി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയും തമ്മിൽ, ഷെങ്കൻ രാജ്യങ്ങൾ ഇന്ത്യയും തമ്മിൽ ട്രേഡ് ഡീലുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്ന റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്തുക. അതിന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നുള്ള ആരോപണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാ ഫോറങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമേരിക്ക ഇത് പബ്ലിക്കായിട്ട് പറയുന്നു. അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് പബ്ലിക്കായിട്ട് പറയുന്നില്ല. പക്ഷേ അവരുടെ ഡിപ്ലോമസി കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ജയശങ്കർ അവിടെ പോയിരിക്കുന്നത്. അതായത് 1-1.5 മാസത്തിനുള്ളിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങില്ല. അതേപോലെ റഷ്യയ്ക്ക് ആവശ്യമുള്ള പെട്രോളും അതേപോലെ ഉൽപ്പന്നങ്ങൾ, ക്രൂഡുമായി ബന്ധപ്പെട്ട ബൈ പ്രോഡക്റ്റ്, അതവർ കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? കാരണം റഷ്യയുടെ റിഫൈനറീസും അവരുടെ പെട്രോളിയം സംഭവങ്ങൾ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവനും ഈ പറയുന്ന ഉക്രൈൻ്റെ ഡ്രോൺസും അതേപോലെ തന്നെ മിസൈൽസും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഈ റിക്വസ്റ്റുമായിട്ട് പോയി അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ നടക്കുന്ന സമ്മിറ്റിൽ അയാൾ പങ്കെടുക്കും. ഇപ്പം എന്താണ് ചൈനയുടെ നിലപാട്? അടുത്ത് നോക്കുക. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, അവരുടെയും റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഈ പറയുന്ന ബ്രിക്സ് കറൻസി കൊണ്ടുവരിക അമേരിക്കൻ ഡോളറിനെതിരെ. ആദ്യം ഇന്ത്യ ഇതിനൊക്കെ അനുകൂലമായിരുന്നു. ഇത് ചിലപ്പോൾ നടന്നു പോയേനെ. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ബൈലാട്രിയൽ റിലേഷൻഷിപ്പ് മോശമായി. അതിൻ്റെ പേരിൽ അമേരിക്ക കടും പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നടക്കത്തില്ല. ഇന്ത്യയെ പഴയ പോലെ കയറ് ഉരുവിടാൻ അവർ തയ്യാറുമല്ല. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചൈന എടുക്കുന്ന പോലെ നിലപാടെടുക്കാം, റഷ്യയുടെ നിന്ന് ക്രൂഡ് മേടിക്കാം, ഇറാൻ്റെ കയ്യിൽ നിന്നും ക്രൂഡ് മേടിക്കാം.
പക്ഷെ ഒരു കാരണവശാലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യരുത് ഫ്യൂച്ചറിൽ. കൃത്യമായിട്ട് അമേരിക്ക വാൺ ചെയ്തിട്ടുണ്ട് മോദിക്കും ഈ പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്. കൃത്യമായിട്ട് അറിഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, നിങ്ങൾക്ക് ആ ബന്ധം തുടരാം, ഇറാനുമായിട്ടും ബന്ധം തുടരാം, പക്ഷേ ഇങ്ങോട്ടൊന്നിനും വരരുത്. അതുപോലെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ തിരിച്ചു കൊടുക്കും, ഇന്ത്യക്കാരെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. അതായത് മോദി രണ്ടിനും ഇടയ്ക്ക് അങ്ങ് പെട്ടുപോയി. എക്സാക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്തുകൊണ്ടാണ് ബ്രസീൽ ഇപ്രാവശ്യം ബ്രിക്സിന് പങ്കെടുക്കുന്നില്ല? ബ്രസീലിയൻ പ്രസിഡന്റ് വരുന്നില്ല. അദ്ദേഹം പറയുന്ന ന്യായം അവിടെ ഉറപ്പായിട്ടും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പക്ഷേ ഇഷ്യൂ അമേരിക്ക കയറി പിടിച്ചു വരട്ടെ. കാരണം അവിടെ ഇലക്ഷൻ നടക്കുവാണെങ്കിൽ, കാരണം ഇലക്ഷൻ റിസൾട്ട് വരുവാണെങ്കിൽ സാധ്യത മുഴുവനും ഇപ്പോഴത്തെ പ്രസിഡന്റ് തോക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബോൺസലാരോ അയാൾ ജയിലിൽ കിടക്കുകയാണ്, അയാളുടെ പാർട്ടി അധികാരത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അമേരിക്ക പേടി തന്നെയാണ് ഇത് ഇഷ്യൂ, വേറൊന്നുമല്ല. അവരും ഗ്രാജുവലി അങ്ങ് പിന്മാറി. സൗത്ത് ആഫ്രിക്ക അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുകയാണ്, പക്ഷേ അവരിൻ്റെ അകത്ത് പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് നിമിഷം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയെ ഭയന്ന് പിന്മാറി. ഇതാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ചൈന ഈ പറയുന്ന പോലെ ബ്രിക്സ് കറൻസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഇത് ചുമ്മാ അത് ഡിപ്ലോമസി, ഇന്ത്യൻ ഡിപ്ലോമസിയുടെ മോദിയുടെ ഫെയിലിയറാണ് ഇത് മുഴുവനും. ചൈനയുമായിട്ട് ബഹളവുമായി, ഉടക്കുമായി, ബോർഡർ ഡിസ്പ്യൂട്ടുമായി. ഈ പറയുന്ന പാകിസ്ഥാനും ചൈനയുമായിട്ട് നല്ല ബന്ധം. ഇവിടെ മറ്റ് സംഭവമുണ്ട്, ബംഗ്ലാദേശ് അവർ ഇസ്ലാമിക് നാറ്റോയിൽ ചേരാൻ പോവുകയാണ്. ബംഗ്ലാദേശ് ചൈനയുടെ നിന്ന് വെപ്പൺസും അതേപോലെ തന്നെ ജെറ്റ് എയർക്രാഫ്റ്റും വാങ്ങി. ആരാണ് ഫെയിലിയർ ആയത്? എന്തിനാണ് ബംഗ്ലാദേശ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് വാങ്ങുന്നത്? ഈ പറയുന്ന നമ്മുടെ റഫേലിനേക്കാളും നല്ല സാധനമാണ് ജെറ്റ്. അതിൻ്റെ പെർഫോമൻസ് വെച്ച് ഗ്ലോബൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഇവർ മേടിക്കുന്നത്? ജെറ്റ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് മേടിക്കുന്നത് ഇന്ത്യക്കെതിരെ തന്നെയാണ് വാങ്ങുന്നത്. അതായത് മോദിയുടെ ഒരു പ്രശ്നം എല്ലാവരുമായിട്ട് അങ്ങ് വഴക്കുണ്ടാക്കി. അയൽവാസികളുമായിട്ടും വഴക്ക്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും പ്രശ്നം. റഷ്യൻ ഓയിൽ നമുക്ക് വാങ്ങേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഇന്ത്യക്ക് അതിനകത്ത് എന്ത് ലാഭമാണ് കിട്ടിയത്? ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ കുറച്ച് പണം ഉണ്ടാക്കി. അതിൻ്റെ പെനാൽറ്റി ആയിട്ട് ഈ പറയുന്ന അഡാനിയാണെങ്കിലും അംബാനിയാണെങ്കിലും അമേരിക്കയിൽ കൊണ്ട് അതിൻ്റെ പെനാൽറ്റി എമൗണ്ടും അടച്ചു. അമേരിക്കയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകട്ടെ ഡോളറിൽ. ആരാണ് ഇവിടെ ഫെയിലിയർ ആയത്? ആരാണ് നേട്ടം കൊണ്ടുവന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഗ്ലോബലി ഉണ്ടായ ക്ഷീണം ഉറപ്പായിട്ട് ഡൊമസ്റ്റിക്കൽ പ്രശ്നമായി ഗ്ലോബലായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇടിയുണ്ടായി. ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത്, നമുക്കൊരു ഗോഡ് ഫാദർ ഇല്ലാതായി. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ. നമുക്കിന്ന് റഷ്യൻ ഓയിൽ വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഇറാനിയൻ ഓയിൽ വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യ ഒറ്റപ്പെടുത്തും. പിന്നെ ആരുമായിട്ട് നമ്മൾ ഈ ട്രേഡ് നടത്തുന്നത്? റഷ്യയുമായിട്ട് നമുക്ക് ഈ പറയുന്ന ട്രേഡൊന്നുമില്ല. വെപ്പണിൻ്റെ കാര്യത്തിൽ അമേരിക്ക കർശനമായ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും വെപ്പൺ വാങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് ഇന്ത്യ വാങ്ങാൻ വെച്ചിരിക്കുന്ന വെപ്പൺ മുഴുവനും കട്ട് ഷോട്ട് ചെയ്യും, മുഴുവനും എടുത്ത് ദൂരെ കളയും. അതേപോലെ എൻ്റെ സർവീസ് എടുത്ത് മാറ്റും. പുതിയ MK 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ പോലും അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതാണ് പെട്ടുപോയത്. ഇതാണ് മോദിയുടെ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ, എൻ്റെ ഒരു സംശയമുണ്ട്, നരേന്ദ്രമോദിക്ക് പഴയ ബോധമുണ്ടോ? ഓർമ്മയുടെ പ്രശ്നമുണ്ടോ? അതായത് ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിപ്പോയി. മുഴുവൻ അയൽവാസികളും മുഴുവനും ശത്രുക്കളായി. അവസാനം അമേരിക്ക വീണ്ടും ശത്രുതയിലായി കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ്, ഇന്ത്യയുടെ നിലനിൽപ്പ് വലിയ ഭീഷണിയായി മാറും. H1B വിസ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഗ്രീൻ കാർഡ് ഇപ്പോൾ ഇന്ത്യയുടെ വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഈ നല്ല രീതിയിലുള്ള അമേരിക്കയുമായിട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് ഇന്ത്യക്കാരെയും മോദിയെയും ടാർഗറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സംഭവമാണ്. വിസ ഫീസ് ഇത്രയും കൂട്ടിയത് ഏകദേശം 1 കോടിയോളം രൂപ. അതിപ്പോൾ പോസ് ചെയ്തിരിക്കുക. വിസ ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നുമില്ല. ഉറപ്പായിട്ടും ഇന്ത്യ സീരിയസ് ആയിട്ട് ബാധിക്കുകയാണ്. അതായത് മോദിയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൊളാപ്സായി മാറി. എന്തു പറഞ്ഞാലും ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്സിലൊരു നല്ല രീതിയിലാണ് മോദി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അത് മുഴുവനും അങ്ങ് തകർത്തെറിയുകയാണ്. ഇനി ബ്രിക്സുമായിട്ട്
ഇതിന് ഭാവി എന്താ? ബ്രിക്സിന് ഭാവിയില്ല. അമേരിക്ക കൊടുത്തിരിക്കുന്ന താക്കീത് എന്താ? ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ കോഡെന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകും. ഉറപ്പായിട്ടും കോഡ് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജപ്പാൻ്റെ ആണെങ്കിലും കൊറിയയുടെ ആണെങ്കിലും അതേപോലെ കൊറിയ കോഡിനകത്തില്ല. ഓസ്ട്രേലിയ ഇവരൊക്കെ നമ്മളെ നേവലിലും മറ്റുള്ള കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി ടെക്നോളജി കൈമാറാനും ഒക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ഈ പറയുന്ന ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വന്നിരുന്നു, കൊറിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വന്നിരുന്നു. ഇവരൊക്കെ വന്ന് റിക്വസ്റ്റ് ചെയ്ത കാര്യം എന്തുവാ? ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കാൻ പാടില്ല. കാരണം ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള പഴയ ട്രേഡ് രീതി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് തന്നെയാണ് അവർ മെസ്സേജ് കൊടുത്തത്. ഇവിടെയാണ് മോദിയുടെ ഫെയിലിയർ എന്ന് പറയുന്നത്. റഷ്യൻ ക്രൂഡിനകത്ത് ഫെയിലിയറായി, അതേപോലെ തന്നെ ഈ ഇറാനുമായിട്ടുള്ള കാര്യത്തിൻ്റെ അകത്ത് ഫെയിലിയറായി. ഇപ്പം ഇവിടെ നിന്നൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചേനെ. ഉറപ്പായിട്ടും അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകാൻ പോകുന്നില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷന് മോദിയോട് 1% പോലും താല്പര്യമില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇപ്പോഴത്തെ അമേരിക്ക ഭരിക്കുന്നവരും വിചാരിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയും കാണുന്നത്. ആ ബന്ധം നേരെയാക്കിയെടുക്കാൻ നടക്കുന്ന കാര്യമല്ല. അത് വീണ്ടും വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ തീരുമാനിച്ചത് ബ്രിക്സ് കറൻസിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയാണ്. പിന്നെ ഒരു ചടങ്ങ് മാത്രമായിരിക്കും ഡൽഹിയിൽ നടക്കുന്നത്, അല്ലാതെ കാര്യപ്രസക്തമായ ഒരു കുന്തവും നടക്കാൻ പോകുന്നു. വലിയൊരു കൂട്ടം ചൈനീസ് ഡെലിഗേഷൻ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, സത്യമാണ്. അവർ അവരുടെ സാധനം കൂടുതൽ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക, ആ ഉദ്ദേശം. കാരണം ഇന്ത്യയിലെ കോൺട്രാക്റ്റ് ആണെങ്കിലും റോഡിൻ്റെയും റെയിൽവേയുടെയും അതേപോലെ ഇലക്ട്രിക് കാറുകൾ ചൈനയിലങ്ങ് കൂടി, ഭയങ്കരമായിട്ടങ്ങ് കൂടി. ഇത് വാങ്ങുന്നവരുടെ എണ്ണവും കുറവാണ് ഗ്ലോബലായിട്ട്. കാരണം അമേരിക്ക ഇത് വാങ്ങുന്നില്ല. അത് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുക, അതേപോലെ പല കോൺട്രാക്റ്റുകൾ കിട്ടുക. പഴയ പോലെ അവർക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് വേണം. ഇതിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് അവർ വലിയ ഡെലിഗേഷനുമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അതായത് വീണ്ടും ആവർത്തിക്കാം, ബ്രിക്സ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയൊരു സംഭവമാണ്. അത് അമേരിക്ക ഇന്ത്യ ഉപയോഗിച്ച് പൊളിച്ച് കൈ കൊടുത്തു. അതുകൊണ്ടാണ് ബ്രസീലാണെങ്കിലും ചൈനയാണെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങളൊന്നും അവരുടെ പ്രസിഡൻ്റൊന്നും ഈ സംഭവത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യത്തിലും കൺഫർമേഷൻ ഉണ്ടായി. ചിലപ്പം അവസാന നിമിഷം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ എന്താണ് ഇൻ പ്രിൻസിപ്പിൾ, എന്തിനു വേണ്ടിയാണ് ബ്രിക്സ് ഉണ്ടായത്, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നാണ് അറിയുവാൻ കഴിയുന്നത്.